പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം മൈക്കിൾ മരിച്ചിട്ടില്ല എന്ന കോൺസ്പിറസി തിയറി. ഇത് വെറുതെ ഒരു വാഗ്വാദത്തിനുള്ള ഒരു ടോപ്പിക് ആയിരുന്നില്ല. ഇതിനെ സാധൂകരിക്കുന്ന കുറച്ച് തെളിവുകൾ നമുക്ക് നെറ്റിൽ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം CNN ചാനലിൽ ലാരി കിങ് എടുത്ത ഇന്റർവ്യൂ ആണ് ഈ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലിരിക്കുന്നത് ഡേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ദി കോൺസ്പിറസി തിയറി ഈസ്, അന്ന് ഡേവ് രൂപത്തിൽ വന്നത്, ലാരി കിങ്ങുമായി ഇന്റർവ്യൂവിന് ഇരുന്നത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ തന്നെയായിരുന്നു എന്ന്. ഇനി ആരാ ഡേവ് എന്ന് വെച്ചാൽ 1983 തന്റെ 6-ാം വയസ്സിൽ സ്വന്തം അച്ഛന്റെ ആക്രമണത്താൽ ശരീരത്തിന്റെ 90% പൊള്ളലേറ്റ ഒരു ട്രാജിക് സർവൈവറാണ് ഡേവ്. ആ സംഭവത്തിന് ശേഷം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു, ലൈക്ക് എ ഗോഡ് ഫാദർ. ഇനി സ്ക്രീനിൽ ഞാൻ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഡേവിന്റെ ഫോട്ടോയും അല്ലാതെ ബാക്കിയുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ട ഡേവിന്റെ ഫോട്ടോയും കാണിക്കാം. ഷോൾഡറിന്റെ വിടുത്തായാലും ശരി, പിന്നെ മേക്കപ്പിലുള്ള ചെറിയ മാറ്റങ്ങളായാലും ശരി, ഇനിയൊക്കെ പോട്ടെ. ചിലപ്പോൾ അന്ന് പാഡഡ് ഷോൾഡേഴ്സ് വെച്ചതാവാം, മോർ നമ്പർ ഓഫ് ലെയേഴ്സ് ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശബ്ദം, ഈ ഇന്റർവ്യൂവിലെ ഡേവിന്റെ ശബ്ദവും നമ്മൾ അല്ലാതെ ഉള്ള ഡേവിന്റെ പ്രോഗ്രാംസിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദവും നമുക്കൊന്ന് കേട്ടുപോകാം.